നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ കഴിഞ്ഞ ദിവസം പുതിയ കോവിഡ് രോഗികൾ 198 പേർ മാത്രം. ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണം 563 44 വയസ്സുള്ളയാളാണ് ഇന്നലെ മരിച്ചത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 144 പേർ സമ്പർക്കം മൂലം രോഗം ബാധിച്ചവരാണ്. 54 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരുമാണ്. 386 പേർക്ക് ഇന്നലെ രോഗമുക്തിയുണ്ടായി. നിലവിലുള്ള ആകെ രോഗികൾ 3140 ഇന്നലെ 15039 പേർക്കാണ് പരിശോധന നടത്തിയത്. ആകെ 20,36,599 പേരെ പരിശോധിച്ചപ്പോൾ 2,18,080 പേർക്കാണ് ഇതുവരെ വൈറസ് ബാധയുണ്ടായത്. മരിച്ചവരും രോഗം ഭേദമായവരും ഉൾപ്പെടെയാണിത്. ഇതുവരെ ആകെ 2,14,377 പേർക്കാണ് രോഗമുക്തിയുണ്ടായത്. 198 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 116 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1364 പേർ കോവിഡ് ബാധയിൽ നിന്ന് മുക്തി നേടി. അതേസമയം 1261 പേർക്ക് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 15 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം 4,84,217 ആയി. ഇതിൽ 4,36,884 പേർ രോഗമുക്തരായി. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9,925 ആയി കുറഞ്ഞു. ഇവരിൽ 1,516 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. UAE-യിൽ കഴിഞ്ഞ ദിവസം COVID-19 ബാധിതരായ 3 പേർ മരിച്ചു. 1989 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുകയും 1960 പേർ രോഗമുക്തരാകുകയും ചെയ്തതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആകെ രോഗികൾ 5,76,947. രോഗമുക്തി നേടിയവർ ആകെ 5,86,549. ചികിത്സയിലുള്ളവർ 18,709. വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. അബുദാബി ബിഗ് ടിക്കറ്റിന്റെ 228ാമത് സീരീസ് നറുക്കെടുപ്പിൽ 1.5 കോടി ദിർഹം സ്വന്തമാക്കി ശ്രീലങ്കൻ സ്വദേശി. ദുബായിൽ താമസിക്കുന്ന രസിക JDS ആണ് ഈ ഭാഗ്യവാൻ. മെയ് 29 ഇദ്ദേഹം വാങ്ങിയ 213288 എന്ന ടിക്കറ്റ് നമ്പറാണ് സ്വപ്ന വിജയം സമ്മാനിച്ചത്. സമ്മാനാർഹനായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും സഹപ്രവർത്തകരുമായി ചേർന്നാണ് സമ്മാനാർഹമായ ടിക്കറ്റ് വാങ്ങിയതെന്നും അദ്ദേഹം ബിഗ് ടിക്കറ്റ് പ്രതിനിധി റിച്ചാർഡിനോട് പ്രതികരിച്ചു. കഴിഞ്ഞ നറുക്കെടുപ്പിലെ വിജയിയായ മുഹമ്മദ് മിഷ്ഫാഖാണ് ബിഗ് ടിക്കറ്റിന്റെ ഇത്തവണത്തെ ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് തെരഞ്ഞെടുത്തത്. ഒരു ദിവസം ഭാഗ്യം തേടിയെത്തുമെന്നും അതുകൊണ്ട് തന്നെ ബിഗ് ടിക്കറ്റിൽ പങ്കെടുക്കുന്നവർ നിരാശരാകേണ്ടെന്നും മിഷ്ഫാഖ് പറഞ്ഞു. യാത്രാവിലക്കിൽ നാട്ടിൽ കുടുങ്ങിയ UAE പ്രവാസികളുടെ വിസ കാലാവധി അവസാനിക്കുന്നതിൽ ആശങ്ക വേണ്ടതില്ലെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻ പുരി വ്യക്തമാക്കി. ദുബായിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെയാണ് കോൺസുൽ ജനറൽ ഇക്കാര്യം അറിയിച്ചത്. ഇത് സംബന്ധിച്ച് ആവശ്യമായ നടപടികൾ UAE കൈക്കൊള്ളും എന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. UAE-യിൽ എത്താൻ പറ്റാതെ നാട്ടിൽ കുടുങ്ങിയവരിൽ വിസ കാലാവധി അവസാനിക്കാറായവർ ഏറെയുണ്ടെന്നും അവർ തികഞ്ഞ ആശങ്കയിലാണെന്നും UAE അധികൃതർക്ക് മുമ്പാകെ അറിയിച്ചതായി ഡോക്ടർ അമൻ പുരി പറഞ്ഞു. വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് UAE ഉറപ്പു നൽകിയതായും കോൺസുൽ ജനറൽ കൂട്ടിച്ചേർത്തു. മുതിർന്ന കുട്ടികൾക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. 12 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ നൽകാനാണ് അധികൃതർ ആലോചിക്കുന്നത്. സെപ്റ്റംബറിൽ സ്കൂളുകളിൽ നേരിട്ടുള്ള അധ്യയനം ആരംഭിക്കുന്നതിന് മുമ്പായി കുട്ടികളുടെ വാക്സിനേഷൻ പൂർത്തിയാക്കാനാണ് ആരോഗ്യ മന്ത്രാലയം പദ്ധതിയിടുന്നത്. ഏകദേശം 2 ലക്ഷം കുട്ടികൾക്ക് വാക്സിൻ നൽകേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ 12 വയസ്സ് കഴിഞ്ഞവർക്ക് ഫൈസർ വാക്സിൻ നൽകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഖത്തറിലെത്തുന്ന യാത്രക്കാരിൽ നിന്ന് ഒരു ചെറു വിഭാഗത്തെ എയർപോർട്ടിൽ വെച്ച് റാൻഡം കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യാത്രക്കാരിൽ ഏതാനും ചിലരെ തിരഞ്ഞെടുത്ത് സൗജന്യമായി കോവിഡ് പരിശോധന നടത്താനാണ് പദ്ധതി. യാത്രക്കാരുടെയും രാജ്യത്തെ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യാത്രക്കാരിൽ ആര് വേണമെങ്കിലും കോവിഡ് ടെസ്റ്റിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടാം. യാത്രയ്ക്ക് മുമ്പ് കോവിഡ് PCR പരിശോധന നടത്തിയ ശേഷം വരുന്നവരെയും റാൻഡം ടെസ്റ്റിന് വിധേയരാക്കും. കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിൽ ബഹ്റൈനിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ യാത്രാ നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരുടെ എണ്ണം കൂടുന്നു. നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ആണ് നിയമപ്രശ്നത്തിൽ പലരും കുടുങ്ങുന്നത്. രേഖകൾ പരിശോധിച്ച് യോഗ്യരായവരെ മാത്രമാണ് ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യാൻ അധികൃതർ അനുവദിക്കുന്നത്. നിരവധി പേർക്ക് ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് യാത്ര ചെയ്യാൻ സാധിക്കാത്തത്. നിയന്ത്രണം പ്രാബല്യത്തിൽ വന്ന അന്ന് 30 യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചില്ലെന്ന് ഗൾഫ് എയർ പ്രതിനിധി പറഞ്ഞതായി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം 7 പേർക്ക് ഇത്തരത്തിൽ മടങ്ങേണ്ടി വന്നു. 6 രാജ്യങ്ങളെയാണ് കോവിഡ് ഉയർന്ന സാഹചര്യത്തിൽ ബഹ്റൈൻ ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
കടുത്ത ചൂടിൽ നിന്ന് തൊഴിലാളികളെ രക്ഷിക്കുന്നതിനായി UAE പ്രഖ്യാപിച്ച 3 മാസത്തെ ഉച്ചവിശ്രമം ഈ മാസം 15-ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയാണ് മധ്യാഹ്ന ഇടവേള. ഈ സമയത്ത് തൊഴിലാളികളെ കൊണ്ട് പുറം ജോലി ചെയ്യിക്കാൻ പാടില്ലെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ഉച്ചവിശ്രമം സെപ്റ്റംബർ 15 വരെ തുടരും. സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി ഉഷ്ണകാലത്തുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. വാരാന്ത്യ ദിവസങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കടലിൽ ഉയർന്ന തിരമാലയടിക്കുമെന്നും ഖത്തർ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പകൽ സമയത്ത് ചൂട് കനക്കും. ചില സ്ഥലങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ട്. രാജ്യത്ത് കുറഞ്ഞ താപനില 33 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 46 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. ഇന്നും നാളെയും വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ 18 മുതൽ 37 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യത. ചില സമയങ്ങളിൽ കാറ്റ് 50 കിലോമീറ്റർ വേഗത പ്രാപിക്കാനിടയുണ്ട്. കടലിൽ 7 മുതൽ 8 അടി ഉയരത്തിലും തീരപ്രദേശങ്ങളിൽ 3 മുതൽ 6 അടി ഉയരത്തിലും തിരയടിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.